പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാപ്രമേയം ഒറ്റ സംഭവമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/Malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 222-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ അധ്യായം 65, എസെക്കിയേൽ അധ്യായം 23-24, സുഭാഷിതങ്ങൾ അധ്യായം 13, വാക്യങ്ങൾ 21 മുതൽ 25 വരെ. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ചു തുടങ്ങുകയാണ്. വചനം നാം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 65. ധിക്കാരികൾക്ക് ശിക്ഷ. എന്നോട് ആരായാത്തവർക്ക് ഞാൻ ഉത്തരമരുളി, എന്നെ തേടാത്തവർക്ക് ഞാൻ കാണപ്പെട്ടു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് ദുർമാർഗ്ഗേ ചരിക്കുന്ന ദുശാഠ്യക്കാരായ ഒരു ജനത്തിന് നേരെ ഞാൻ ദിവസം മുഴുവൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ആ ജനം ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികകളിന്മേൽ ധൂപമർപ്പിക്കുകയും ചെയ്ത് എപ്പോഴും നേരിട്ട് എന്നെ പ്രകോപിപ്പിക്കുന്നു. അവർ ശവകുടീരങ്ങളിലിരിക്കുന്നു, രഹസ്യസ്ഥലങ്ങളിൽ രാപാർക്കുന്നു. അവർ പന്നിയിറച്ചി ഭക്ഷിക്കുന്നു. നിന്ദ്യമായവയുടെ സത്താണ് അവരുടെ പാത്രങ്ങളിൽ. അവിടെ തന്നെ നിൽക്കുക, എന്നെ സമീപിക്കരുത്, ഞാൻ നിനക്ക് വിശുദ്ധനാണെന്ന് അവർ പറയുന്നു. അവർ എൻ്റെ നാസികയിൽ പുകയാണ്, ദിവസം മുഴുവൻ എരിയുന്ന തീയാണ്. ഇതാ എൻ്റെ മുമ്പിൽ ഇതെഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ നിശബ്ദനായിരിക്കുകയില്ല. നിശ്ചയമായും ഞാൻ പകരം നൽകും. അവരുടെ മടിയിലേക്ക് ഞാൻ പകരം നൽകും. അവർ മലകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അരുൾ ചെയ്യുന്നു, അവരുടെ അകൃത്യങ്ങൾക്കൊപ്പം അവരുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും അവരുടെ പഴയ പ്രവൃത്തികൾക്ക് അവരുടെ മടിയിലേക്ക് ഞാൻ പ്രതിഫലം അളന്നിടും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത്, കാരണം അതിൽ ഒരു വരമുണ്ട് എന്ന് ഒരുവൻ പറയുന്നത് പോലെ എൻ്റെ ദാസരെ നശിപ്പിക്കാതിരിക്കാനായി അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യൂദായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശിയെയും ഞാൻ പുറപ്പെടുവിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് സ്വന്തമാക്കും. എൻ്റെ ദാസർ അവിടെ വസിക്കും. എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിനു വേണ്ടി ഷാരോൺ ആട്ടിൻപറ്റത്തിന് മേച്ചിൽ പുറമാകും. ആഖോർ താഴ്വര കന്നുകാലികൾക്ക് വിശ്രമകേന്ദ്രവും. എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് വേണ്ടി പീഠമൊരുക്കുകയും വിധിയുടെ ദേവന് വേണ്ടി വീഞ്ഞ് കലർത്തി നിറയ്ക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും. കൊല്ലപ്പെടാനായി നിങ്ങളെല്ലാം തലകുനിക്കും. കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല, ഞാൻ സംസാരിച്ചു, നിങ്ങൾ ശ്രവിച്ചില്ല. എൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് നിങ്ങൾ ചെയ്തു, എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു. അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ എൻ്റെ ദാസർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നു പൊരിയും. ഇതാ എൻ്റെ ദാസർ പാനം ചെയ്യും, നിങ്ങളോ തൃഷ്ണാർത്തരാകും. ഇതാ എൻ്റെ ദാസർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിതരായിത്തീരും. ഇതാ എൻ്റെ ദാസർ മനസ്സിൻ്റെ നന്മയാൽ ആനന്ദഗീതം ആലപിക്കും, നിങ്ങളോ മനോവേദനയാൽ നിലവിളിക്കുകയും മനം നുറുങ്ങി വിലപിക്കുകയും ചെയ്യും. ഞാൻ തിരഞ്ഞെടുത്തവരുടെ ശാപപ്രയോഗമായി നിങ്ങളുടെ നാമം നിങ്ങൾ അവശേഷിപ്പിക്കും. നാഥനായ കർത്താവ് നിങ്ങളെ വധിക്കും. തൻ്റെ ദാസരെയാകട്ടെ അവിടുന്ന് മറ്റൊരു പേര് വിളിക്കും. ഭൂമിയിൽ സ്വയം അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ സ്വയം അനുഗ്രഹിക്കും. ഭൂമിയിൽ ശപഥം ചെയ്യുന്നവൻ സത്യദൈവത്താൽ ശപഥം ചെയ്യും. കാരണം മുൻകാല ക്ലേശങ്ങൾ വിസ്മൃതമായിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടികളിൽ നിന്ന് നിശ്ചയമായും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാൻ നിശ്ചയമായും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ സ്മരിക്കപ്പെടുകയോ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. കാരണം ജെറുസലേമിനെ ഒരാനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഇതാ ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ നിലവിളി ശബ്ദമോ ഇനി അവിടെ കേൾക്കപ്പെടുകയില്ല. അവിടെ ഇനി അല്പായുസ്സായ ശിശു ഉണ്ടാവുകയില്ല. തൻ്റെ ദിനങ്ങൾ പൂർത്തിയാക്കാത്ത വൃദ്ധനും. മരണമടയുന്ന യുവാവിന് തീർച്ചയായും 100 വയസ്സുണ്ടായിരിക്കും.
100 വയസ്സാകാത്തവൻ ശബ്ദനായിരിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ നിർമ്മിച്ചതിൽ അന്യൻ വസിക്കുകയില്ല, അവർ നട്ടത് അന്യൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ അധ്വാനിക്കുന്നത് വൃഥ ആവുകയില്ല, അത്യാഹിതത്തിനു വേണ്ടി അവർ ശിശുക്കളെ ജനിപ്പിക്കുകയില്ല. കാരണം അവർ അവരോടൊപ്പം അവരുടെ സന്തതികളും കർത്താവിനാൽ അനുഗ്രഹീതരുടെ സന്തതികളായിരിക്കും. അവർ വിളിക്കും മുമ്പേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. എസെക്കിയേൽ അധ്യായം 23. 2 സഹോദരികൾ. കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി: മനുഷ്യപുത്ര, ഒരമ്മയുടെ പുത്രിമാരായ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വെച്ച് വ്യഭിചാരവൃത്തിയിലേർപ്പെട്ടു. തങ്ങളുടെ യൗവനത്തിൽ അവർ പരസംഗം ചെയ്തു. അവിടെ വെച്ച് അവരുടെ പയോധരങ്ങൾ സ്പർശിക്കപ്പെട്ടു. അവിടെ അവരുടെ കന്യാസ്തനങ്ങൾ അമർത്തപ്പെട്ടു. അവരുടെ പേരുകൾ: മൂത്തവൾ ഒഹോല, അവളുടെ സഹോദരി ഒഹോലിബ. അവർ എൻ്റേതായിത്തീർന്നു. അവർ പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേര്: ഒഹോല എന്നാൽ സമരിയ, ഒഹോലിബ എന്നാൽ ജെറുസലേം. ഒഹോല എൻ്റേതായിരുന്നപ്പോൾ പരസംഗം ചെയ്തു. അവൾ അടുത്തുള്ള അസീറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. ധൂമ്ര വസ്ത്രധാരികളായ ദേശാധിപതികളും ഭരണാധികാരികളുമായ അവരെല്ലാവരും അഭികാമ്യരും അശ്വാരൂഢരുമായ യുവാക്കന്മാരായിരുന്നു. അസീറിയയിലെ പ്രമുഖന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ മലിനയാക്കി. ഈജിപ്ത് മുതലുള്ള വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോധനങ്ങൾ അവർ അമർത്തി. തങ്ങളുടെ വിഷയാസക്തി അവളിൽ അവർ ചൊരിഞ്ഞു. ആകയാൽ അവരുടെ കാമുകന്മാരുടെ കരങ്ങളിൽ, അവൾ അത്യന്തം മോഹിച്ച അസീറിയക്കാരുടെ കൈകളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു. അവർ ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി. അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവരുടെ സഹോദരി ഒഹോലിബ ഇത് കണ്ടു. എന്നിട്ടും അവൾ വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിത്തീർന്നു. അസീറിയക്കാരെ അവൾ അത്യന്തം കാമിച്ചു. ദേശാധിപതികൾ, ഭരണാധികാരികൾ, പടക്കോപ്പണിഞ്ഞ യോദ്ധാക്കൾ, അശ്വാരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും മോഹിക്കുന്ന അടുത്തുള്ള ആ യുവത്തിടമ്പുകളെയും. അവർ ഇരുവരും ഒരേ മാർഗത്തിൽ അശുദ്ധരായിത്തീർന്നുവെന്ന് ഞാൻ കണ്ടു. എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരവൃത്തി വിപുലമാക്കി. സിന്ദൂരം കൊണ്ട് ചുവരുകളിൽ വരച്ച കൽദായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ നോക്കി. അരപ്പട്ട കൊണ്ട് അരമുറുക്കി, തലയിൽ വർണ്ണശബളമായ തലപ്പാവേന്തി, കൽദായരായ ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ എല്ലാം ചിത്രങ്ങൾ. അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബിലോണിയക്കാർ വന്നു. അവർ അവളെ തങ്ങളുടെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അവൾ അവരോടൊപ്പം മലിനയായി. അതിനുശേഷം അവൾ അവരിൽ നിന്നും അകന്നു. അവൾ വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവരുടെ സഹോദരിയിൽ നിന്ന് അകന്നതുപോലെ അവളിൽ നിന്നും ഞാൻ അകന്നു. ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ ഉത്തരോത്തരം വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലെയുള്ള ബീജസ്രവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാറിടത്തിലമർത്തുകയും ഇളം സ്ഥലങ്ങളിൽ ആളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലമ്പടത്വം നീ കുതിച്ചു. അതിനാൽ ഒഹോലിബ, നാഥനായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും. എല്ലാ വശങ്ങളിൽ നിന്ന് നിന്റെ മേൽ ഞാൻ അവരെ കൊണ്ടുവരും. എല്ലാ പ്രമുഖ യുവദേശാധിപതികളെയും ഭരണാധികാരികളെയും പ്രഭുക്കന്മാരെയും അശ്വാരൂഢരുമായ ബാബിലോണിയക്കാരെയും കൽദായരെയും പൊക്കോദ്, ഷോവ, കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസീറിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ആയുധരഥങ്ങളോടും വാഹനങ്ങളോടും കാലാൾപ്പടയോടും കൂടെ നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ ചുറ്റും അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായമനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർത്തിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചുകളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാളിനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും.
അവർ നിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയും കമനീയ ആഭരണങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തി ഞാൻ ഇല്ലാതാക്കും, ഈജിപ്ത് ദേശത്തു നിന്നുള്ള വ്യഭിചാരവൃത്തിയും. ഇനി നീ അവരുടെ നേരെ കണ്ണുയർത്തുകയോ ഈജിപ്തുകാരെ വീണ്ടും സ്മരിക്കുകയോ ഇല്ല. എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ, നിന്നെ വെറുക്കുന്നവരുടെ കരങ്ങളിൽ ആരിൽ നിന്ന് എൻ്റെ മനസ്സ് വിട്ടകന്നുവോ അവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ വർത്തിക്കും. നിന്റെ അധ്വാന ഫലമെല്ലാം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായി നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളെപ്പോലെ വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു, അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിലും നൽകും. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിന്റെ സഹോദരിയുടെ ആഴവും പരപ്പുമുള്ള പാനപാത്രത്തിൽ നിന്ന് നീ കുടിക്കും. അതേറെ ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ നീ പരിഹാസപാത്രവും നിന്ദനാവിഷയവും ആയിത്തീരും. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രം നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രം തുകർന്ന് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും. അതിൻ്റെ പാത്രം നീ ഉടയ്ക്കും. നിന്റെ മാറിടം നീ പിച്ചു ചീന്തും. കാരണം ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. അതുകൊണ്ട് നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരവൃത്തിയുടെയും ഫലം നീ തന്നെ വഹിക്കുക. കർത്താവ് എന്നോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഒഹോലായെയും ഒഹോലിബായെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരോട് പ്രഖ്യാപിക്കുക. എന്തെന്നാൽ അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്കായി അവർ ജന്മം നൽകിയ പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു. കൂടാതെ ഇതും അവർ എന്നോട് ചെയ്തു. അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. പുത്രന്മാരെ തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ച ആ ദിവസം തന്നെ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനപ്പെടുത്താൻ അവർ അവിടെ പ്രവേശിച്ചു. അങ്ങനെ തന്നെയാണ് അവർ എൻ്റെ ഭവനമധ്യയെ വർത്തിച്ചത്. കൂടാതെ വിദൂരത്തു നിന്ന് ആർക്കു വേണ്ടി ദൂതൻ അയക്കപ്പെട്ടുവോ ആ ആണുങ്ങൾ വരുന്നതിനു വേണ്ടി നീ ആളയച്ചു. അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു. വിലപിടിപ്പുള്ള രാജകീയമായൊരു മെത്തയിൽ നീ ഇരുന്നു. അതിനു മുമ്പിൽ ഒരു മേശയൊരുക്കപ്പെട്ടു. അതിന്മേൽ എൻ്റെ സുഗന്ധവസ്തുക്കളും തൈലവും നീ വെച്ചു. കൂസലില്ലാത്ത ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്കൊപ്പമുണ്ടായിരുന്നു. വിജനപ്രദേശത്തു നിന്ന് വരുത്തിയ മദ്യപന്മാരും ആളുകളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ കൈകളിൽ വളയും ശിരസിൽ മനോഹരമായ കിരീടവും അണിഞ്ഞിരുന്നു. വ്യഭിചാരകൃത്യങ്ങളാൽ അവശയായവളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുപോയി. ഇപ്പോൾ അവർ വ്യഭിചരിക്കുമോ? അവളോട് പരസംഗത്തിലേർപ്പെടുമോ? അവളോട് തന്നെ. എന്നാൽ വേശ്യയായ സ്ത്രീ എന്നതുപോലെ അവർ അവളെ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലായെയും ഒഹോലിബായെയും അവർ സമീപിച്ചു. നീതിമാന്മാരായ മനുഷ്യർ അവരെ വിധിക്കും. വേശ്യകരുടെ വിധിയും രക്തപങ്കിലമായവരുടെ വിധിയും അവരോടൊപ്പമുണ്ട്. കാരണം അവർ വേശ്യകളാണ്, അവരുടെ കരം രക്തപങ്കിലവുമാണ്. എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അവർക്കെതിരായി ഒരു ജനത്തെ ഉയർത്തുക, ഭീതിക്കും കവർച്ചയ്ക്കുമായി അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ജനം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് വിച്ഛേദിക്കുകയും ചെയ്യും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. എല്ലാ സ്ത്രീകളും തിരുത്തപ്പെടേണ്ടതിനും നിന്നെപ്പോലെ ദുഷ്ടത ചെയ്യാതിരിക്കേണ്ടതിനും ഞാൻ ദേശത്തു നിന്ന് ഭോഗാസക്തി നീക്കിക്കളയും. ഭോഗാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. നിങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടുള്ള പാപങ്ങൾ നിങ്ങൾ വഹിക്കും. ഞാനാണ് നാഥനായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ അധ്യായം 24. ക്ലാവ് പിടിച്ച കലം. 9-ാം വർഷം 10-ാം മാസം 10-ാം ദിവസം കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഈ ദിവസത്തിൻ്റെ, ഇതേ ദിവസത്തിൻ്റെ പേര് നീ എഴുതുക. ബാബിലോൺ രാജാവ് ജെറുസലേമിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ഇതേ ദിവസമാണ്. ധിക്കാരികളുടെ ഭവനത്തോട് നീ ഒരു പഴമൊഴി ചൊല്ലുക. നീ അവരോട് പറയുക: ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു. നീ ഒരു കലം തയ്യാറാക്കി നീ അതിൽ വെള്ളമൊഴിക്കുകയും ചെയ്യുക. അതിലേക്ക് മാംസക്കഷണങ്ങളിടുക. തുടയുടെയും കൈക്കുറകിൻ്റെയും എല്ലാ നല്ല മാംസക്കഷണങ്ങളും നല്ല എല്ലുകളും നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ. അതിന് കീഴിൽ വിറകുകൾ കൂട്ടി നല്ലതുപോലെ തിളപ്പിക്കുക. അതിൻ്റെ എല്ലുകളും അതിൽ വേവട്ടെ. ആകയാൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: രക്തപങ്കിലമായ നഗരമേ, തുരുമ്പ് പിടിച്ചതും തുരുമ്പ് വിട്ടുപോകാത്തതുമായ പാത്രമേ, നിനക്ക് ദുരിതം. കഷണം കഷണമായി അത് പുറത്തെടുക്കുക. അതിന്മേൽ ഒരു നറുക്കും ഇട്ടിട്ടില്ല.
അവൾ ചൊരിഞ്ഞ രക്തം അവരുടെ മധ്യത്തിൽ തന്നെയുണ്ട്. പാറമേലാണ് അവളതൊഴുക്കിയത്. പൂഴി കൊണ്ട് മറയ്ക്കാനായി അവളത് നിലത്തൊഴിച്ചില്ല. എൻ്റെ ക്രോധമുണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെ അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറപ്പുറത്ത് തന്നെ ഞാനത് നിർത്തി. അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം. വിറക് കൂമ്പാരം ഞാനും വലുതാക്കും. വിറക് കൂട്ടി തീ കൊളുത്തുക. മാംസം പൂർണ്ണമായും വേവട്ടെ. ചാറ് വറ്റിക്കുക. എല്ലിൻ കഷണങ്ങളും വേവട്ടെ. അതിനുശേഷം ശൂന്യമാക്കിയ പാത്രം തീക്കനലിന്മേൽ വെക്കുക. അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ. അവൾ അധ്വാനം കൊണ്ട് തളർന്നു. അവരുടെ കട്ടിയേറിയ ക്ലാവ് അവളിൽ നിന്ന് ബഹിർഗമിക്കുന്നില്ല. അഗ്നിയിലും അവരുടെ ക്ലാവുണ്ട്. നിന്റെ ഭോഗാസക്തി നിന്ദ്യമാണ്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ നിന്റെ മലിനതകളിൽ നിന്ന് ശുദ്ധിയാകാത്തതിനാൽ എൻ്റെ ക്രോധം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധിയാവുകയില്ല. കർത്താവായ ഞാനിത് പറഞ്ഞിരിക്കുന്നു. ഇത് പൂർത്തിയാകും. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ ഖേദിക്കുകയോ ഇല്ല. നിന്റെ മാർഗങ്ങളും നിന്റെ പ്രവൃത്തികളും നിന്നെ വിധിക്കും. ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട്. ഭാര്യയുടെ മരണം. കർത്താവിനോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഇതാ നിന്റെ കണ്ണുകളുടെ ആനന്ദകാരണത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് എടുക്കാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണീർ പൊഴിയരുത്. നിശബ്ദമായി നെടുവീർപ്പിടാം. മരിച്ചവരെ പ്രതി നീ വിലാപം നടത്തരുത്. നീ തലപ്പാവ് കെട്ടുകയും പാതകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അധരം മറയ്ക്കരുത്. വിലാപഭോജ്യം നീ ഭക്ഷിക്കുകയും അരുത്. പ്രഭാതത്തിൽ ഞാൻ ജനത്തോട് സംസാരിച്ചു. സായംകാലത്ത് എൻ്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നതുപോലെ ഞാൻ പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു: നീ ഈ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എന്താണെന്ന് നീ ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ അവരോട് പറഞ്ഞു: എനിക്കിപ്രകാരം കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ഭവനത്തോട് നീ പറയുക: നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഇതാ ഞാൻ അശുദ്ധമാക്കുന്നു. നിങ്ങൾ ഉപേക്ഷിച്ച പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മറയ്ക്കുകയോ വിലാപഭക്ഷണം കഴിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാതകങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് കരയാനോ പ്രലപിക്കാനോ കഴിയുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അവരെന്നെ നോക്കി ഞരങ്ങും. അങ്ങനെ എസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് നാഥനായ കർത്താവെന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, നിന്നെ സംബന്ധിച്ച് ഞാൻ അവരിൽ നിന്ന് അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവുമായതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവരിൽ നിന്നെടുക്കുന്ന ദിവസം, ആ ദിവസം തന്നെ ഒരഭയാർത്ഥി നിന്റെ പക്കൽ വരികയും നിന്റെ ചെവികൾ ഇത് കേൾക്കാനിടയാക്കുകയും ചെയ്യും. അന്ന് ആ അഭയാർത്ഥിയോട് നീ നിന്റെ വായ് തുറന്ന് സംസാരിക്കും. തുടർന്ന് നീ ഊമയായിരിക്കുകയില്ല. അങ്ങനെ നീ അവർക്ക് അടയാളമായിരിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 13 വാക്യങ്ങൾ 21 മുതൽ 25 വരെ. പാപികളെ തിന്മ പിന്തുടരുന്നു. നീതിമാന്മാർക്ക് അവിടുന്ന് നല്ലത് പ്രതി സമ്മാനിക്കുന്നു. മക്കളുടെ മക്കളെയും അവിടുന്ന് നല്ലതിന് അവകാശികളാക്കുന്നു. പാപം ചെയ്യുന്നവൻ്റെ സമ്പത്ത് നീതിമാനു വേണ്ടി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കൃഷിയോഗ്യമായ നിലം ഭക്ഷ്യസമൃദ്ധമാകേണ്ടതായിരുന്നു. എന്നാൽ ന്യായമില്ലാത്തതിനാൽ അത് തുടച്ചു നീക്കപ്പെടുന്നു. മകനെ വെറുക്കുന്നവനാണ് വടി ഒഴിവാക്കുന്നത്. കാലേക്കൂട്ടി ശിക്ഷണ വിധേയനാക്കുന്നവനാണ് അവനെ സ്നേഹിക്കുന്നത്. ആത്മസംതൃപ്തിക്കായി നീതിമാൻ ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ ഉദരം കാലിയായിരിക്കും. പ്രിയമുള്ളവരെ, 222 ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മളെ നയിച്ച അത്ഭുതകരമായ വഴികളെ നമുക്ക് ഓർക്കാം. യെശയ്യാ പ്രവചനം 65 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരുവൻ താൻ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യും എന്ന് പഠിപ്പിക്കുന്നതാണ്. നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. കാരണം നീ ആരാധിക്കുന്ന ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ അവിടുന്ന് നീതിമാനായിരിക്കുമ്പോൾ തന്നെ ധിക്കാരികളും അനുസരണക്കേടുള്ളവരുമായ തൻ്റെ മക്കൾ മടങ്ങി വരാൻ വേണ്ടി അവിടുന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നും യെശയ്യാ വിവരിക്കുന്നു. അവർ ദൈവത്തെ ധിക്കരിക്കുക മാത്രമല്ല, അവർ
ദൈവത്തിന് പകരം തങ്ങളുടെ ഭാവനയിൽ മെനഞ്ഞുണ്ടാക്കിയ വിഗ്രഹങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷകളും അവർ കടന്നുപോകുന്ന തകർച്ചകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം വിദൂരമായ ഒരു ഭാവിയിൽ ഈ രക്ഷാകര പദ്ധതിയിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അത് പ്രധാനമായും പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ദൈവം തൻ്റെ രക്ഷിക്കപ്പെട്ട ജനത്തിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു മഹാ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. 17-ാമത്തെ വാക്യം മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ച് അവിടുന്ന് വിവരിക്കുന്നു. അത് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാലം ആയിരിക്കും. അവിടെ വിലാപസ്വരമോ നിലവിളി ശബ്ദമോ ഉണ്ടാവുകയില്ല. അവിടെ മനുഷ്യൻ്റെ ആയുസ് നിത്യമായിരിക്കും. അവിടെ മനുഷ്യന് മരണം ഉണ്ടാവുകയില്ല. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്ന, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നുന്ന, വിശുദ്ധഗിരിയിൽ ഒരിടത്തും പാമ്പ് ആർക്കും ഉപദ്രവമോ നാശമോ ചെയ്യാത്ത അന്ത്യവിധിക്ക് ശേഷമുള്ള കർത്താവായ യേശുവിൻ്റെ ഒപ്പം നമ്മൾ ജീവിക്കുന്ന ആ കാലത്തെ സൂചിപ്പിക്കുന്ന പ്രവചനങ്ങളാണ് ഇവ. ഇത് വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് യോഹന്നാൻ വിവരിക്കുന്ന കാര്യങ്ങളുമായി സമാനതയുള്ള പ്രവചനങ്ങളാണ്. എസെക്കിയേലിലേക്ക് വരുമ്പോൾ ദുർനടപ്പിലേക്കും വ്യഭിചാരത്തിലേക്കും പിഴച്ചുപോയ 2 സഹോദരിമാരെ സൂചിപ്പിക്കുന്നു. ഇതിലെ ആദ്യത്തെ സ്ത്രീ സമരിയായും ഇസ്രായേലും, രണ്ടാമത്തെ സ്ത്രീ അവരുടെ സഹോദരി യൂദായും ആണ്. അവർ രണ്ടുപേരും അവരുടെ ആത്മമണവാളനായ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയുടെ പിന്നാലെ അഥവാ അവരുടെ കാമുകന്മാരുടെ പിന്നാലെ അലഞ്ഞുതിരിഞ്ഞ് വിഗ്രഹാരാധന എന്ന വ്യഭിചാരം ചെയ്ത് അവർ തങ്ങളെ തന്നെ അശുദ്ധമാക്കി നാശത്തിലേക്ക് കടന്നുപോയതിൻ്റെ വിവരണമാണ് പ്രതീകാത്മകമായി ഈ ഉപമയിലൂടെ, ഈ കഥയിലൂടെ എസെക്കിയേൽ അവതരിപ്പിക്കുന്നതും ജനത്തോട് പ്രവചിക്കുന്നതും. ഇസ്രായേലിനെയും യൂദായെയും സംബന്ധിച്ച് എസെക്കിയേൽ പറയുന്ന ചില ഉപമകളും ചില സൂചനകളും ചില അടയാളങ്ങളും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ 2 സഹോദരിമാരുടെ കഥയും അതുപോലെ തന്നെ ക്ലാവ് പിടിച്ച ആ ചെമ്പ് കലത്തെക്കുറിച്ചുള്ള ഉപമയും. ഈ അധ്യായങ്ങളിൽ കാണുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിവരണമാണ് എസെക്കിയേലിൻ്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണം. നിന്റെ മിഴികൾക്ക് ആനന്ദകരമായവളെ നിന്നിൽ നിന്ന് ഞാൻ എടുക്കാൻ പോകുന്നു എന്നാണ് ദൈവം പറയുന്നത്. എസെക്കിയേൽ ഒരു കുടുംബനാഥനായിരുന്നു. എസെക്കിയേൽ തൻ്റെ ഭാര്യയെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ഭർത്താവായിരുന്നു. എന്നാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് അയാളുടെ ഭാര്യയെ ദൈവം മരണത്തിലേക്ക് വിളിക്കുകയും ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ അയാൾ വേദനയിൽ പുളയുന്ന സന്ദർഭത്തിൽ പ്രവാചകനോട് ദൈവം പറയുന്നത്, നിന്റെ ഭാര്യയെ പ്രതി നീ കരയരുത് എന്നാണ്. ഇത് പ്രവൃത്തിയിലൂടെയുള്ള ഒരു ഉപമയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നത് യൂദായ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെയാണ്. പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെട്ട് കരയാൻ പോലും കഴിയാതെ പിറന്നു വീണ മണ്ണിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന, പുറത്താക്കപ്പെടേണ്ടി വരുന്ന ഒരു ജനതയുടെ കരഞ്ഞു തീർക്കാനാവാത്ത വേദനയുടെയും ദുഃഖത്തിൻ്റെയും പ്രതീകാത്മകമായ സൂചനയായി പ്രവാചകനും അയാളുടെ മരിച്ചു കിടക്കുന്ന ഭാര്യയും മാറുകയാണ്. ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ വിലമതിക്കാതിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ നമ്മുടെ മനസ്സിന് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ഒരിക്കലും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറ്റുകയേ ഇല്ലായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരമായി നമ്മോട് കൂടെ ആയിരിക്കുന്നതിൻ്റെ നന്മകളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ഈ വീണുപോയ മനസ്സിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു. പ്രവാസം ഇസ്രായേലിനെ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചത് വിഗ്രഹാരാധനയുടെ ദുരന്തങ്ങളായതുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും ഈ ജനത വിഗ്രഹാരാധന എന്ന ആ 1-ാം പ്രമാണ ലംഘനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ചെമ്പിൻ്റെ അടിയിൽ കൂട്ടിയ വിറക് കൂട്ടി കത്തിച്ചതുപോലെ ക്രോധത്തിൻ്റെ തീ വെന്തെരിഞ്ഞ് അവരുടെ അകത്തെ ചെമ്പ് കലത്തിനകത്തെ വിഗ്രഹാരാധന എന്ന ക്ലാവ് എന്നേക്കുമായി ദൈവം അത് ശുദ്ധീകരിച്ച് എടുത്ത് മാറ്റിയിരുന്നു. ഓരോ അഗ്നിശോധനയും നമ്മിലെ കളങ്കങ്ങളെ എടുത്തു മാറ്റുകയും നമ്മളെ കുറെ കൂടി തിളക്കമുള്ളവരായി മാറ്റുകയും ചെയ്യും. നിങ്ങളുടെ ഈ ദിവസം
ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു പ്രഭാതം കൂടി കാണാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ക്ലാവ് പിടിച്ച ചെമ്പുകലം പോലെയുള്ള ഞങ്ങളുടെ ഹൃദയം ജീവിതത്തിലെ ഓരോ ദുരനുഭവങ്ങളിലൂടെയും ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയെ വിട്ട് വഴിപിഴച്ച് അബദ്ധസഞ്ചാരം നടത്തിയ സഹോദരിമാരെ പോലെ ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ നിന്ന് മാറി കർത്താവെ ലോകത്തിലേക്കും ലോക വ്യഗ്രതകളിലേക്കും മടങ്ങിപ്പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആത്മമണവാളനായ അങ്ങയോട് ചെയ്യുന്ന ചതിയും വ്യഭിചാരവുമാണെന്ന് ആ ഗൗരവം തിരിച്ചറിയാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു സങ്കല്പമല്ലെന്നും ഒരു കെട്ടുകഥയല്ലെന്നും കർത്താവെ, ഞങ്ങൾക്കായി അവിടുന്ന് നവീകരിക്കപ്പെട്ട ഒരു ലോകം നൽകുമെന്നുമുള്ള പ്രത്യാശയിൽ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും ഈ മകളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത സങ്കടങ്ങളിൽ അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും സ്പർശിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത് കർത്താവെ, ഇന്ന് പ്രത്യേകമായ നിൻ്റെ സ്നേഹമനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ വചനവായന മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ അധ്വാനവും വലിയ പരിശ്രമവും നിങ്ങൾ ഇത് മുടങ്ങാതിരിക്കുന്നതിന് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം. എവിടെയെങ്കിലും വെച്ച് മുടങ്ങിപ്പോയെങ്കിൽ മടുത്തു പോകാതെ വീണ്ടും അത് റെസ്യൂം ചെയ്ത് പുനരാരംഭിച്ച് ഈ വചനവായന പൂർത്തിയാക്കുമ്പോൾ മനോഹരമായ ചില സമ്മാനങ്ങൾ നിങ്ങളുടെ വഴികളിൽ ദൈവം കാത്തുവച്ചിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം. ഏത് നല്ല കാര്യത്തിനും ഏത് നല്ല കാര്യം പൂർത്തീകരിക്കപ്പെടുന്നതിനും തടസ്സമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വലുതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന നന്മ അത്ര വലുതായതുകൊണ്ടാണ് തീർച്ചയായും പിശാച് അതിൻ്റെ വഴികളിൽ തടസ്സമുണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വചനവായന എവിടെയെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയണം, ഏറ്റവും നല്ല ചില കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ വായനയെ സാത്താൻ മുടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് മുടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ സമർപ്പണത്തെ നവീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ നമുക്ക് സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാം. മഹത്വം യേശുവിന് മാത്രം. നല്ല ദിവസം ഉണ്ടാവട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.